ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലെ ആറു വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് പഹൽഗാമിനടുത്തുള്ള ആറു വാലി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ട്രെക്ക് പോവുകയാണ്. നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു 6 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തർസാർ മർസാർ എന്ന പേരായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ലേക്സിലേക്കുള്ള ട്രെക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 6 days ട്രെക്കിംഗ് അല്ലേ? 6 days ട്രെക്കിംഗ് ആണ്. 43 kilometers. അതെ, 43 kilometers. നമ്മളപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുക. ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആറു വാലി. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചു. ആറു വാലി വേ ടു ലിദ്ദർവട്ട്. ലിദ്ദർവട്ടിലാണ് നമ്മുടെ ആദ്യത്തെ ക്യാമ്പ്. അങ്ങോട്ടുള്ള യാത്രയാണ്. ഇവിടെ ഒരു ബോർഡ് മറിഞ്ഞ് കിടപ്പുണ്ട്. ലിദ്ദർവട്ട് 10 kilometer, തർസാർ മർസാർ 25 kilometer. ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് പോകേണ്ടത് ആറു വാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ലിദ്ദർവട്ടിലാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റോളം നല്ല സ്റ്റീപ്പ് ക്ലൈംബ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഗെയിനിങ് ആൾട്ടിറ്റ്യൂഡ്. താഴെ കാണുന്നതാണ് ആറു വാലി. നമ്മളൊരു 45 minutes നടന്നു കേട്ടോ. എളുപ്പമല്ല, നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു. അപ്പോൾ അതെ, എത്തിയിരിക്കുന്ന സ്ഥലം കണ്ടോ. വ്യൂ നമ്മളെ കൊതിപ്പിക്കുന്ന വ്യൂ ഉണ്ട് ഇവിടെയൊക്കെ. ഒരു ബ്യൂട്ടിഫുൾ മെഡോ. ഇനി ചെറിയൊരു റെസ്റ്റ് ആവാം. നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ ആരൊക്കെയോ ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട് മുകളിലേക്ക്. അപ്പോൾ നമ്മളുടെ കടിച്ചടായി. അതായത് നല്ല കയറ്റം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കുറച്ച് പ്ലെയിൻസ് ആണ്, കുറച്ച് ഇറക്കമൊക്കെയാണ്. ആൻഡ് ദിസ് ഈസ് അവർ ട്രക്ക് ലീഡർ. യുവർ നെയിം? ഗുഡ് നെയിം സർ? സൂരജ് ഫ്രോം ഉത്തരാഖണ്ഡ്. അപ്പോൾ ആൾ ചെറിയ കക്ഷിയൊന്നും അല്ല കേട്ടോ. ഓൺലി 6600 മീറ്റർ ഉയരമുള്ള കൊടുമുടി വരെ കയറിയിട്ടുള്ള ആളാണ്. 80 liters ബാഗാണ് പുള്ളി ചുമന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 1.25 മണിക്കൂർ നടന്നിട്ടോ. ഇത് ഗുജ്ജറുകൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. ആട്ടിടയന്മാർ ഒരു വീടാണ് ഈ കാണുന്നത്. ഗുജ്ജറുകൾ ആടിനെ മേയിച്ചുകൊണ്ട് പോകുന്നു. ഇതൊരു സീസണാണ് കേട്ടോ. മഞ്ഞുകാലം കഴിഞ്ഞവർ ആടുകളായിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് വരും. ഗുജ്ജർ പിള്ളേർ നിൽക്കുന്നുണ്ടോ. ഇടയ്ക്ക് വെച്ചിട്ടേ കുതിരകൾ ലോഡായിട്ട് വരും ഭാരം കയറ്റിയിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്നോ, ഈ മൗണ്ടൻ സൈഡിലേക്ക് നിൽക്കണം. ഒരിക്കലും ഈ കുത്തനെയുള്ള താഴ്ചയുള്ള സ്ഥലത്തിൻ്റെ അരികിൽ പോയി നിൽക്കരുത്. അത് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരു പറ്റം ആട്ടിൻകൂട്ടം ഇപ്പോൾ നമ്മളെ കടന്നു പോയിട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കുറച്ച് സൈഡ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകുക നിങ്ങൾ. ഈ ആട്ടിടയന്മാരുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരു പട്ടി ഉണ്ടാവും കേട്ടോ. ഈ ആടിനെയൊക്കെ നയിച്ചു കൊണ്ടുപോകുന്നത് ഈ പട്ടിയാണ്. നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാനിരുന്നതാണ് കേട്ടോ. 1.5 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. ബ്യൂട്ടിഫുൾ വാലി അതുണ്ടോ. പൈൻ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ് മൂടിയ മലകളും പച്ചപ്പട്ട് വിരിച്ച മറ്റ് കുന്നുകളും. ഓരോ ട്രക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെ ഇതുപോലെ പോണി ഉണ്ടാവും കേട്ടോ. അവിടുത്തെ ടെൻറ്റും ബാക്കി യൂട്ടൻസിൽസും പിന്നെ ആവശ്യമുള്ളവരുടെ ബാഗും എല്ലാം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോണികളുണ്ടാവും. വാവ്, ബ്യൂട്ടിഫുൾ. മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ലിദ്ദർ റിവർ.
അങ്ങനെ നമ്മളിതാ ലിദ്ദർ റിവർ കാണുന്ന ഒരു സ്ഥലത്ത് എത്തി കേട്ടോ. ഇനി ലിദ്ദർ റിവർ കണ്ടുകൊണ്ടായിരിക്കും കൂടുതലും നമ്മൾ ട്രക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടന്നു തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 മണിക്കൂറായി. ഇപ്പോൾ നല്ല ഓപ്പൺ വ്യൂസ് കിട്ടി തുടങ്ങിയിട്ടോ. വാലിയൊക്കെ ഫുള്ളായിട്ട് കാണാം നമുക്കിവിടെ. ഗുജ്ജറുകൾ താമസിക്കുന്ന വീടാണ് കേട്ടോ അത്. അവരുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കി, മരത്തിൻ്റെ ഫ്രെയിം ഇങ്ങനെ മുകളിൽ റൂഫിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പുല്ലൊക്കെ പടർത്തിയേക്കാം. ചിലയിടത്ത് അതിൻ്റെ മുകളിൽ ചെളി തേച്ചേക്കുക. ഫസ്റ്റ് ഒരു 3/4 മണിക്കൂറായിരുന്നു കേട്ടോ ടഫ് ക്ലൈംബ്. അതിനുശേഷം പിന്നെ കുറച്ച് ഇറക്കവും ചെറിയ കയറ്റങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആയാസമില്ലാതെ പോകാൻ പറ്റുന്ന രീതിയിൽ പോകാം. ഇപ്പോൾ നമ്മളൊരു കുന്നിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. താഴെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താഴ്വര, ലിദ്ദർ റിവർ ഒഴുകുന്നു. നീൽ രവി എന്ന പേരായ ബഫല്ലോ ആണ്. കുറച്ച് ഓപ്പൺ മെഡോയിലെത്തിയിട്ട് നമ്മൾ കുറേ ഗുജ്ജർ കുട്ടികളും കുതിരകളും എല്ലാം ഉള്ളൊരു സ്ഥലം. കുതിരകളെന്ന് പറഞ്ഞാൽ കുറച്ച് വൈൽഡ് കുതിരകൾ ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇനി നമുക്കിവിടെ നിന്ന് കുറച്ച് വെള്ളം ഫില്ല് ചെയ്യാം. വാട്ടർ ബോട്ടിലൊക്കെ കാലിയായി. ഒരു ചെറിയ പാലം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, ഗുജ്ജറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുണ്ടോ. ഇവിടെ നമ്മൾ ലിദ്ദർ റിവറിൻ്റെ മുകളിലൂടെ അക്കരെ കിടക്കുകയാണ്. ഒരു ചെറിയ പാലമുണ്ട് ഉണ്ടോ. അങ്ങനെ നമ്മളിതാ ഒരു പെട്ടിക്കടയുടെ സമീപത്തെത്തി. ഇവിടെ മാഗി, കാവ, കോഫി എല്ലാം കിട്ടും കേട്ടോ. വെൽക്കം ഹോട്ടൽ കണ്ടോ, പേരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് നോക്കി. മൻസൂർ ഫുഡ് പോയിന്റ്, all items available. Maggie break. മഴ വന്നു, മഴ. അപ്പോൾ നമ്മളിതാ ഈ പെട്ടിക്കടയുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു, വീണ്ടും നടത്താൻ ആരംഭിച്ചു. ഈ ഒരു 1.5-2 മണിക്കൂർ എടുക്കും നമ്മുടെ ബേസ് ക്യാമ്പിൽ എത്താനായിട്ട്. ലിദ്ദർ റിവറിൻ്റെ അരികിലൂടെ കേട്ടോ നമുക്കിനി പോകേണ്ടത്. നമ്മുടെ കൂടെ വന്നവരൊക്കെ താഴെ എത്തി. വാവ്, ലിദ്ദർ റിവറിൻ്റെ ഭംഗി നോക്കി. മരത്തിൽ എന്തൊക്കെയോ അടയാളങ്ങളുണ്ട് കേട്ടോ. ബ്ലോക്ക് 31. ചെറിയൊരു വാട്ടർ ക്രോസിങ്. നമുക്ക് കല്ലിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാം. എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. റിവറിൻ്റെ ആ ഒഴുക്കും, ഇപ്പുറത്തെ പുൽത്തകിടി, മഞ്ഞുമലകൾ. കാശ്മീരിൻ്റെ റിയൽ ബ്യൂട്ടി കാണണമെങ്കിലേ നമ്മളിതുപോലെ ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് വന്നോട്ടാ. ഈ പഹൽഗാം, ഗുൽമാർഗ് ആ ഏരിയകളൊക്കെ ഫുള്ള് കമേഴ്ഷ്യലായിപ്പോയി അല്ലേ, പക്ക കമേഴ്ഷ്യലായിപ്പോയി. സോൺമാർഗും കമേഴ്ഷ്യലാണ്. അപ്പോൾ റോ ബ്യൂട്ടി കാണണമെങ്കിൽ ഇതുപോലെ ട്രെക്ക് ചെയ്ത് തന്നെ വരണം. പിന്നെ യുസ്മാർഗ് ഉണ്ട്. യുസ്മാർഗ് അവിടെ പോയി സ്റ്റേ ഓപ്ഷനൊക്കെ ഉണ്ട്. അവിടെ പോയി താമസിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. അത് കുറച്ച് ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഗുജ്ജറുകൾ നടത്തുന്ന മറ്റൊരു പെട്ടിക്കട. ഇതും കടന്ന് പോകണം കേട്ടോ നമുക്ക്.
ഇതാണ് നമ്മൾ കടന്നു വന്ന വഴി. ഇത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയാൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ മലകൾ നിൽക്കുന്നുണ്ട്. ആഹാ, നമുക്കിനി റിവർ ക്രോസ് ചെയ്യണം കേട്ടോ. അവിടെ ഒരു ചെറിയ പാലമുണ്ട്, അതിലൂടെ ക്രോസ് ചെയ്ത് അക്കരെ എത്തണം. പിക്ചറിലോക്ക് ആരെങ്കിലുണ്ടോ? ആരും താമസമില്ല. ഒഴിഞ്ഞൊരു വീട്, കാലിത്തൊഴുത്ത്. അപ്പോൾ ലാസ്റ്റ് ഒരു സ്റ്റീപ്പ് ക്ലൈംബ് കഴിഞ്ഞ് നമ്മൾ റിവറിൻ്റെ മുകളിൽ കയറി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്യാമ്പ് കാണാം. ഇന്നത്തെ ക്യാമ്പ് ലിദ്ദർവത്ത്. അങ്ങകലെയായി കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ്. അവിടെ താഴെ വേറെ ആരോ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പല്ല. അപ്പോൾ ഇവിടെയും ക്യാമ്പിനടുത്തായിട്ടൊരു ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ട്. മാഗിയൊക്കെ കിട്ടും, ചായ, കാവ എല്ലാം കിട്ടും. അപ്പോൾ ഈ കാണുന്നതാണ് ലിദ്ദർവത്ത്. ഇവിടെ ലോ ക്യാബിനൊക്കെ ഉണ്ട് കേട്ടോ, എന്തോ കോട്ടേജൊക്കെ ഉണ്ട്. നേരത്തെ ബുക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ 3 മണിയായപ്പോൾ ക്യാമ്പ് സൈറ്റിലെത്തി കേട്ടോ. ഉച്ചകഴിഞ്ഞ് 3 മണിയായപ്പോൾ രാവിലെ 8:40 നടത്താൻ ആരംഭിച്ചാണ്. അപ്പോൾ ഏതാണ്ട് 6.5 മണിക്കൂർ എടുത്ത് നമ്മൾ 10 കിലോമീറ്റർ കവർ ചെയ്യാം. ഇതാണ് ഇവരുടെ കിച്ചൺ. നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനും ചായ വെക്കാനൊക്കെ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ മ്യൂളിൻ്റെ പുറത്ത് കയറ്റിയാണ് ഇവിടെ എത്തിച്ചത്. ഇത് ഇവിടെ ലിദ്ദർവട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു കടയില്ലേ, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫോൺ ചെയ്യാം. 20 രൂപയാണ് ഒരു കോളിന്. 1 മിനിറ്റൊന്നുമില്ല, 5 മിനിറ്റ് വരെയൊക്കെ ചെയ്യാമെന്ന് തോന്നണം. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഉണ്ട്, അവിടെ മാത്രമേ കിട്ടുള്ളൂ. ഈ സാധാ ഫോണില്ലേ, സ്മാർട്ട് ഫോൺ അല്ലാത്ത സാധാ ഫോൺ, അതിന് മാത്രമേ സിഗ്നൽ കിട്ടുള്ളൂ. സ്മാർട്ട് ഫോണിനൊന്നും കിട്ടില്ല. ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിലിട്ടാൽ മാത്രമേ സിഗ്നൽ കിട്ടുള്ളൂ.